സിമ്പിൾ ഹിന്ദി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. 10th ഹിന്ദി പുതിയ സിലബസ് പ്രകാരം 5 യൂണിറ്റിലെ പാഠഭാഗത്തിൻ്റെ പേരുകളും സെക്ഷനും നമ്മൾ കഴിഞ്ഞ ഷോർട്ട് വീഡിയോയിൽ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി യൂണിറ്റ് 1ലെ പാഠഭാഗങ്ങളെക്കുറിച്ച് നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കാം. ഇക്കായി ഏക്ക് സഫരോं की जुगलबंदी. ഇതിൽ 3 ലെസൺ ആണ് പഠിക്കാനുള്ളത്. 1 കിടക്കി, അതുപോലെ 2 ജിന്ദഗി കാ സഫർ, 3 റെയിൻ ബസേരെ മേ. കിടക്കി സെക്ഷൻ ലഘു കഥയാണ്, അതായത് ഷോർട്ട് സ്റ്റോറിയാണ്. കിടക്കി എഴുതിയാണ് പേര്, അതായത് രചയിത അല്ലെങ്കിൽ ലേഖിക അഞ്ജു കർബന്ദ എന്ന് മനസ്സിലാക്കുക. പ്രത്യേകിച്ചും എഴുതി പഠിക്കുക. കിടക്കി ലഘുകഥ അഞ്ജു കർബന്ദ പ്രത്യേകിച്ച് മനസ്സിലാക്കുക. ഇവിടെ കിടക്കി എന്ന് പറഞ്ഞാൽ വിൻഡോ യാ ജനൽ, ലഘുകഥ യാ ഷോർട്ട് സ്റ്റോറി, അതുപോലെ തന്നെ അഞ്ജു കർബന്ദ എന്നും പ്രത്യേകിച്ച് മനസ്സിലാക്കുക. പേജ് നമ്പർ 8 ശ്രദ്ധിക്കുക. ഈ ഉദ്ഘോഷൻ പടേ, ഈ വിളംബരം വായിക്കുക എന്ന് പറഞ്ഞാൽ ഈ അനൗൺസ്മെൻറ്റ് വായിച്ചു നോക്കാം. അവിടെ പിക്ചറിൽ കാണുന്നത് റെയിൽവേ സ്റ്റേഷൻ, അതുപോലെ തന്നെ ട്രെയിനും കാണാം. കുറേ യാത്രക്കാരും അവിടെയുണ്ട്. അതുപോലെ അവിടെ പോയി കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിലുള്ള നമുക്ക് അനൗൺസ്മെൻറ്റ് കേൾക്കാം. സാധാരണ നമ്മൾ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കേൾക്കുന്ന അനൗൺസ്മെൻറ്റ് കേൾക്കാറുണ്ടല്ലോ, മലയാളത്തിലും ഇംഗ്ലീഷിലും അതുപോലെ ഹിന്ദിയിലും. അതുപോലുള്ളൊരു ഹിന്ദി അനൗൺസ്മെൻറ്റാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ആ അനൗൺസ്മെൻറ്റ് വായിച്ചു നോക്കാം. യാത്രിയോം കൃപയാ ധ്യാൻ ദേ, ഗാഡി നമ്പർ 1634 തിരുവനന്തപുരം से मंगलौर तक जाने वाले തിരുവനന്തപുരം मंगलौर एक्सप्रेस प्लेटफॉर्म नंबर 2 पर आ रही है. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, അല്ലെങ്കിൽ യാത്രക്കാർ ദയവായി ശ്രദ്ധിച്ചാലും, വണ്ടി നമ്പർ 1 6 3 4 8 തിരുവനന്തപുരം से മംഗളൂരു തക്ക് ജാനേവാലെ, തിരുവനന്തപുരത്ത് നിന്നും മംഗളൂരു വരെ പോകുന്ന തിരുവനന്തപുരം മംഗളൂരു എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 2 पर, പ്ലാറ്റ്ഫോം നമ്പർ 2-ൽ ആ രഹി ഹെ, വന്നുകൊണ്ടിരിക്കുന്നു. അവിടെ കണ്ടിന്യൂസ് ആണ്, ആ രഹി ഹെ. ഇതുപോലെ നിങ്ങളും ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടാക്കുവാൻ വേണ്ടി ശ്രമിക്കുക. അനൗൺസ്മെൻറ്റ് പെട്ടെന്ന് എഴുതുവാൻ സാധിക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, അതുപോലെ തന്നെ വണ്ടി നമ്പർ, അതുപോലെ എക്സ്പ്രസിൻ്റെ പേരും പ്ലാറ്റ്ഫോം നമ്പറും ഇതൊക്കെ മനസ്സിലാക്കി ചെയ്യുക. തീവണ്ടിയിൽ സഞ്ചരിക്കുന്ന ഒരു ഫാമിലി, ആ ഫാമിലി സാധനങ്ങൾ വാങ്ങിക്കുന്ന ഒരു കാഴ്ചയും അങ്ങനെ അവരോട് വിലപേശുന്ന ദൃശ്യങ്ങളുമാണ് നമുക്ക് ആ പിക്ചറിൽ കാണാൻ കഴിയുന്നത്. എങ്കിലും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദീകരണം പാഠഭാഗം നമുക്ക് എടുക്കുമ്പോൾ മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, രണ്ടാമത്തെ ചാപ്റ്റർ ജിന്ദഗി കാ സഫർ, അതായത് ജിന്ദഗി എന്ന് പറഞ്ഞാൽ ജീവിതം, സഫർ എന്ന് പറഞ്ഞാൽ യാത്ര, ജീവിതത്തിൻ്റെ യാത്ര അല്ലെങ്കിൽ ജീവിതയാത്ര. ഇവിടെ കാണാം ഹൈക്കു. ഹൈക്കു എന്താണ് ഹൈക്കു എന്ന് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അതുപോലെ തന്നെ എഴുത്തുകാർ, 3 എഴുത്തുകാരാണ് ഇവിടെ പ്രധാനപ്പെട്ട എഴുത്തുകാരുടെ ഹൈക്കുവാണ് കാണപ്പെടുന്നത്. അതിലൊന്ന് ഡോക്ടർ സുരംഗമ യാദവ്, ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മ, നെക്സ്റ്റ് കമല നിക്കോർബ. ഇങ്ങനെയുള്ള ഹൈക്കു എന്നുള്ളത് കഴിഞ്ഞ 9ാം ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നില്ല, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്താണ് ഹൈക്കു എന്ന് നമുക്ക് നോക്കാം. വിശദീകരണം നമുക്ക് മറ്റു വീഡിയോയിൽ പഠിക്കാം. എങ്കിലും ഹൈക്കു കാ മത്തലബ് ഏ ഹെ, मूल रूप से जापानी कविता है. इसमें 3 पंक्तियाँ होती है. कुल मिलाकर 17 अक्षर होते हैं. पहली पंक्ति में 5 अक्षर, दूसरी पंक्ति में 7 अक्षर और तीसरी पंक्ति में 5 अक्षर होते हैं. इस प्रकार कुल मिलाकर 17 अक्षरों से बना एक काव्य रूप है ഹൈക്കു. അപ്പോൾ എന്തെങ്കിലും മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് ഹൈക്കു എന്നത് ജാപ്പാനീസ് കാവ്യരൂപമാണ്. അതായത് ഇതിന് 3 വരികളാണ് ഉള്ളത്. നമുക്ക് ആ കവിതയിൽ നോക്കിയാൽ കാണാം. ഓരോ കവികളുടെയും എഴുത്തുകാരുടെയും കവിത 3 വരികളാണ്. ആദ്യത്തെ വരികളിൽ 5 അക്ഷരം,
അല്ലേ? ആദ്യത്തെ വരികളിൽ 5 അക്ഷരം എന്ന് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ വരിയിൽ 7 അക്ഷരവും മൂന്നാമത്തെ വരിയിൽ 5 അക്ഷരവും ആണ് ഉള്ളത്. ഇപ്രകാരം ടോട്ടൽ 17 അക്ഷരങ്ങൾ കൂടി ചേർന്ന ഒരു കാവ്യരൂപമാണ് ഹൈക്കു എന്ന് പറയുന്നത്. മനസ്സിലായോ? പാഠഭാഗം ഇപ്പോൾ എടുക്കുന്നില്ലെങ്കിലും ജസ്റ്റ് മനസ്സിലാക്കാം. നമ്മൾ എന്താണ് പറഞ്ഞത്? ആദ്യത്തെ വരികളിൽ 5 അക്ഷരം അല്ലേ? സുഖ യാ ബാട്ട്, സാഹബ് കെ ആംഗൺ, സദാ ഫുഹാർ. സുഖ സു ഖ യാ ബാഡ് 5 അക്ഷരം നോക്കുക. അതുപോലെ നടുക്കത്തെ സാഹബ് 3 അക്ഷരം, കെ 1 4, ആങ് 5, ഗ 6, ന 7 അല്ലേ? അപ്പോൾ നടുക്കത്തെ വരികളിൽ 7 അക്ഷരങ്ങളും ലാസ്റ്റ് സദാ ഫുഹാർ എന്ന് പറഞ്ഞാൽ സദാ സ ദ 2 ഷൈ ഫു 3 ഹ 4 ര. അപ്പോൾ എത്രയായി? 5 അക്ഷരങ്ങളായി. അങ്ങനെയുള്ള ആ അക്ഷരങ്ങൾ ടോട്ടൽ കൂടി ചേർത്താൽ 17 അക്ഷരങ്ങൾ കിട്ടും. ഇതിനെയാണ് ഹൈക്കു എന്ന് പറയുന്നത്. ഇതിൽ പ്രത്യേകിച്ചും പറയുന്നത് നിങ്ങൾ ഇതുപോലുള്ള മറ്റ് എഴുത്തുകാരുടെ ഹൈക്കു ശേഖരിക്കുകയാണ് വേണ്ടത്. വിശദീകരിക്കുന്നില്ല, കാരണം നമുക്കിതിൻ്റെ പാഠം എടുക്കുമ്പോൾ മനസ്സിലാവുന്നതാണ്. ഇവിടെ 3 എഴുത്തുകാരുടെ പേരുകളും പ്രത്യേകം ശ്രദ്ധിക്കുക. ഡോക്ടർ സുരംഗമ യാദവ്, ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മ, കമല നിക്കുർപ്പ. ഇതിന് മൂന്നാമത്തെ ചാപ്റ്റർ എന്തായിരുന്നു? റെയിൻ ബസേരേമേ. അതിൻ്റെ സെക്ഷൻ യാത്രാവൃത്ത് എന്ന് പറഞ്ഞാൽ യാത്രാ വിവരണം. ആരായിരുന്നു എഴുതിയത്? അമൃതലാൽ ബേഗഡ്. അപ്പോൾ ഇതിൻ്റെ ലെസൻ്റെ പേരും അതുപോലെ ഇതിൻ്റെ സെക്ഷനും അതുപോലെ എഴുതിയ ലേഖൻ്റെ പേരും നന്നായിട്ട് പഠിക്കേണ്ടതാണ്. വിശദീകരണം നമുക്ക് മറ്റു വീഡിയോയിൽ പഠിക്കാവുന്നതാണ്. ഓക്കെ.